വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇനി 9 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തുടങ്ങാൻ. എന്നിട്ടും സീസൺ 6ലേക്ക് ആരൊക്കെ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഇതിനിടയിലും സീസൺ 6ലേക്ക് കൺഫേം ആയി എന്ന് കേട്ട 4 കണ്ടസ്റ്റൻസിന്റെ പേരുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. അതോടൊപ്പം 1-2 പേരുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 90% ഉറപ്പിക്കുക എന്ന രീതിയിലും കുറച്ച് കണ്ടസ്റ്റൻസിന്റെ വിവരങ്ങൾ കിട്ടിയിരുന്നു. അതുകൂടി ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും ഒന്ന് ഓർത്തു വെച്ചു. അതിൽ കൂടുതലൊന്നും ഉറപ്പ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് സീസൺ 6 വളരെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുകയാണ്. കൺഫേം ആയ കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്ന് പോലും നമുക്ക് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. സോഷ്യൽ മീഡിയകളിലും ഇതൊന്നും ഷെയർ ചെയ്യുന്നുമില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ച് ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലിയിൽ നിന്നും ശരണ്യ ആനന്ദും രാജീവ് പരമേശ്വരും കൺഫേം ആയി എന്നാണ് കേൾക്കുന്നത്. അതുപോലെ ഫുഡ് ബ്ലോഗറായ മുകേഷ് എം നായർ കൺഫേം ആയി എന്ന് കേൾക്കുന്നുണ്ട്. അടുത്തത് ജേർണലിസ്റ്റായ രാധിക നായർ, ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ എന്നിവരുടെ പേരും കൺഫേം ആയി എന്ന രീതിയിലാണ് അറിയുന്നത്. സ്റ്റാർ മാജിക് ഫെയിം ജസീല പർവീണും കൺഫേം ആയി എന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ സിനി സീരിയൽ ആക്ട്രസ് യമുന റാണിയുടെ പേരും കൺഫേം എന്നാണ് അറിയുന്നത്. ഇവരൊക്കെ 100% കൺഫേം ആയി എന്ന് തന്നെയാണ് അറിയുന്നതെങ്കിലും നമുക്ക് തീർത്തും ഉറപ്പിക്കേണ്ട. ഒരു 90% മുകളിൽ സാധ്യത നിർത്തിയാൽ മതി. ഇനി പറയുന്ന കുറച്ച് പേരുകളും ഏതാണ്ട് 80% സീസൺ 6ൽ ഉണ്ടാകുമെന്ന് പറയുന്നവർ തന്നെയാണ്. അതിൽ ചെറിയ വ്യക്തത കുറവുണ്ട്. അതുകൊണ്ടാണ് 80% എന്ന് പറഞ്ഞത്. ആദ്യം തന്നെ ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ ജാഫറാണ്. പുള്ളിക്കാരിയും ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിർത്താം. അടുത്തത് ആങ്കറായ പൂജ കൃഷ്ണ. ഇതുപോലെ തന്നെ ഫൈനൽ ലിസ്റ്റിൽ തന്നെ നിർത്താം. ഇനി പറയുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമോണി ദാസ് ആണ്. കൺഫേം ആയി എന്നാണ് അറിയുന്നത്. എങ്കിലും ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താം. അതുപോലെ തന്നെ കൺഫേം ആയി എന്ന് കേൾക്കുന്ന മറ്റൊരു പേരാണ് മോഡലും റൈഡർ ഗേളുമായ അനീഷ നായർ. നമുക്ക് ഈ പറയുന്നത് പോലെ 80% ലിസ്റ്റിൽ തന്നെ നിർത്താം. അടുത്തത് ഇൻഫ്ലുവൻസറായ സിജോ ജോൺ. ഏതാണ്ട് ഉറപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഒരു സംശയം ഇപ്പോഴും ബാക്കിയുള്ളത് കൊണ്ട് 90% വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയുള്ളത് ഒരു ഫാഷൻ മോഡൽ കൊറിയോഗ്രാഫർ ഒക്കെയായ അജു അജ്മലാണ്. 80% ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ മൊത്തം 12 പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 80% അല്ലെങ്കിൽ 90% കൺഫേം എന്നറിഞ്ഞവരാണിവർ. അതിൽ തന്നെ ആദ്യം പറഞ്ഞ 6 പേരുകൾ 100% കൺഫേം ആണെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് 100% കൊടുക്കേണ്ട, 90% സാധ്യത മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.